Hello Muggles, welcome back to Xylan Learning. It's me Sri Bhama SB. മക്കളെ, നമ്മുടെ എക്സാം ടൈം ആണല്ലേ. ഓരോരോ എക്സാമുകൾ നിങ്ങൾ തകർത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇനിയുള്ള ദിവസങ്ങളെല്ലാം പ്രധാനപ്പെട്ട എക്സാമുകൾ തന്നെയാണ് വരാൻ വേണ്ടി പോകുന്നത്. സോ നന്നായി തന്നെ പഠിക്കുക, ഉഷാറായി തന്നെ പഠിക്കുക. സോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കാം അല്ലേ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് പഠിക്കുക, റിവിഷൻ ചെയ്ത് പഠിക്കുക. ഇത് മാത്രമേ നമുക്കിനി ഓപ്ഷൻസ് ഉള്ളൂ. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മിസ് വായിക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് സ്റ്റാർ ഈസ് ഷോൺ ഇൻ ദിസ് പിക്ചർ? വാട്ട് ഈസ് ദ റീസൺ ഫോർ ഗിവിംഗ് ദം ദിസ് നെയിം? ചിത്രത്തിൽ കാണുന്ന നക്ഷത്രം ഏത്? ഇതിന് എന്തുകൊണ്ടാണ് ഈ പേര് കൊടുക്കാനുള്ള കാരണം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്താ നിങ്ങൾക്ക് തോന്നുന്നേ? ഇപ്പൊ എന്നെ പിടിച്ച് രണ്ട് കൈയും പിടിച്ചിട്ട് ചങ്ങലക്കിട്ട ഒരാളാ വിചാരിച്ചു. അയ്യോ അമ്മയും പറഞ്ഞ രണ്ട് സൈഡ് ചങ്ങലക്കിട്ട എന്തായിരിക്കും അവസ്ഥ? അപ്പൊ ഒരു ചങ്ങലക്കിട്ട ഒരാളുടെ പോലെ നിങ്ങൾക്ക് ഇതിങ്ങനെ ഒരു ജസ്റ്റ് ഇങ്ങനെ വരച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ. രണ്ട് സൈഡ് ഇങ്ങനെ ചങ്ങലക്കിട്ട ഒരു പെൺകുട്ടിയുടെ രൂപം പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഈ ഒരു നക്ഷത്രക്കൂട്ടത്തെ നമുക്ക് വിളിക്കുന്ന പേരാണ് ആൻഡ്രോമിഡ എന്ന് പറയാം അല്ലെ. ആൻഡ്രോമിഡ എന്ന് പറയുന്ന ഒരു അടിപൊളിയായിട്ടുള്ള രാജകുമാരി കുട്ടി ഉണ്ടായിരുന്നു. അവരുടെ കഥ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ അത് പഠിക്കുക. ഈ ഫീച്ചർ സ്റ്റാർ ഓഫ് the star cluster is connected one another figure like a girl can be seen. ഒരു പെൺകുട്ടി ചങ്ങലക്കിട്ട ഒരു ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ രൂപം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ദ സ്റ്റോറി പോപ്പുലർ ചെയ്യുമ്പോൾ ഗ്രീസിൽ ഭയങ്കര ഫേമസ് ആയിരുന്നു. ഒരു പ്രിൻസസ് ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രിൻസസിനെ പറ്റിയിട്ട്. അപ്പൊ ആൻഡ്രോമിഡ എന്നാണ് ആ പ്രിൻസസിന്റെ പേര്. അതുകൊണ്ട് തന്നെ ആൻഡ്രോമിഡ എന്നാണ് നക്ഷത്ര കൂട്ടത്തിനും പേര് കൊടുത്തിട്ടുള്ളത്. അപ്പൊ സ്റ്റോറി എന്താ കാര്യങ്ങളെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതൊന്ന് ഓർത്ത് വെക്കുക. സംഭവം എന്തായാലും ഇതൊന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത. ഇങ്ങനെ പിക്ചർ തന്നിട്ടാണ്. സ്റ്റോറി എന്താണെന്ന് ജസ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ വെറുതെ ഒന്ന് വായിച്ചു നോക്കുക. വേണമെങ്കിൽ മിസ് ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് ജസ്റ്റ് പറയാം. നമ്മുടെ എത്തോപ്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു രാജാവും രാജ്ഞി ഉണ്ടായിരുന്നു. രാജാവിന്റെ പേര് സെഫ്യൂസ് എന്നാണ്. രാജ്ഞിയുടെ പേര് കാസിയോപ്പിയ ആണ്. അവർക്കൊരു സുന്ദരിയായിട്ടുള്ളൊരു മോള് ജനിച്ചു, ആൻഡ്രോമിഡ. അപ്പോൾ കാസിയോപ്പിക്ക് എപ്പോഴും മക്കള് ഭയങ്കര, നമ്മുടെ അമ്മമാർക്ക് മക്കൾ നമ്മളെന്ന് പറഞ്ഞാൽ ഭയങ്കര സുന്ദരന്മാരെന്നെയാണല്ലോ അല്ലേ. അപ്പൊ അവര് പറഞ്ഞു, ദേവതകളേക്കാൾ സുന്ദരിയാണ് എന്റെ മോള്, ആൻഡ്രോമിഡ ഭയങ്കര സുന്ദരിയാണെന്ന് കാസിയോപ്പിയ അമ്മ പറയാണ്. അത് കേട്ടിട്ട് പലർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ എന്ത് ചെയ്തു? ഈ അഹങ്കാരം തീർക്കാൻ വേണ്ടി പോസിഡോൺ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു? എത്തോപ്യൻ ആക്രമിക്കാൻ സീറ്റസ് എന്ന് പറയുന്ന ഒരു രാക്ഷസനെ പറഞ്ഞയച്ചു. അപ്പൊ ഈ രാക്ഷസൻ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആ രാജ്യം നശിപ്പിക്കാൻ വേണ്ടി വന്ന സമയത്ത് രാജാക്കന്മാര് പണ്ട് കാലത്ത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് രാജ്യം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ഫാമിലിനെ വരെ ബലി കൊടുക്കും, അല്ലെങ്കിൽ ഫാമിലിനെ തന്നെ വേണ്ടാന്ന് വെക്കുന്നൊക്കെയാണ് പണ്ടത്തെ കാലത്ത്. സോ അതുകൊണ്ട് തന്നെ രാജാവിന് ആ രാജ്യം രക്ഷിക്കാൻ എന്നുള്ളൊരു കാര്യം വന്നപ്പോൾ കുട്ടിയെ ബലി കൊടുക്കുക, കുട്ടീനെ കൊല്ലുക എന്നുള്ള തീരുമാനത്തിലോട്ട് എത്തേണ്ടതായിട്ട് വന്നു. പക്ഷേ അവിടെ നമ്മൾ ആൻഡ്രോമിഡ അടിപൊളിയായിട്ട് രക്ഷപ്പെട്ടു. എങ്ങനെയാണ്? പേഴ്സസ് എന്ന് പറയുന്ന ഒരു വീരൻ വന്ന് സീറ്റസിനെ വധിച്ച്, ആ രാക്ഷസനെ വധിച്ച് ആൻഡ്രോമിഡയെ കല്യാണമൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ജീവിച്ചു എന്നാണ് പറയുന്നത്. സോ ഇതാണ് ആൻഡ്രോമിഡയുടെ സ്റ്റോറി. അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. റെഡി? അപ്പൊ അടുത്തത്, the moon is the Earth's natural satellite. The moon non-luminous nature is one of its defining characteristic. Write two or more characteristic of the moon. ഭൂമിയുടെ പ്രകൃതിയാലുള്ള ഉപഗ്രഹമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. ചന്ദ്രൻ സ്വയം പ്രകാശിക്കാത്ത ആകാശഗോളമാണ് എന്നത് ചന്ദ്രന്റെ സ്പെഷ്യാലിറ്റി ആണ്. മറ്റ് സ്പെഷ്യാലിറ്റികൾ എന്തൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എടാ, നമുക്കറിയാം ചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ ഉപഗ്രഹമാണ്. നിങ്ങൾക്കറിയില്ലേ? നമുക്കറിയാം സൗരയൂഥം എന്ന് പറയുന്ന സമയത്ത് നടുവിലെ സൂര്യൻ, അതിന് ചുറ്റും 8 ഗ്രഹങ്ങൾ അങ്ങനെ ഓടി 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 കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരാളാണ് നമ്മുടെ ഭൂമി. നമ്മളൊക്കെ ആ ഭൂമിയിലല്ലേ ഇപ്പോഴേ. അപ്പൊ ഇങ്ങനെ ചുറ്റുന്നതിനോടൊപ്പം ഭൂമി ചുറ്റുന്നത് പോലെ ഭൂമിയെ ചുറ്റുന്ന ഒരാളും കൂടെ ഉണ്ട്. നിങ്ങൾ ആലോചിച്ചോക്ക്, ഭൂമി ഇങ്ങനെ സൂര്യനെ ഇതാച്ചു, ഞാൻ സൂര്യൻ, ഇത് ഭൂമി ചുറ്റിക്കൊണ്ടിരിക്കുന്നേ. അതിന് നേരെ ഇപ്പുറത്ത് കൂടെ ആരുണ്ട്? ആ ചന്ദ്രൻ എന്ന് പറയുന്ന ആള് ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുക. സോ ഭൂമി എന്ന ഗ്രഹത്തെ ചന്ദ്രൻ ചുറ്റുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, ദ മൂൺ റിവോൾവ് അറൌണ്ട് എർത്ത് സാറ്റലൈറ്റ് ആർ ദ celestial bodies which revolve around the planet. അതുകൊണ്ട് തന്നെ മൂൺ എന്ന് പറയുന്നത് എർത്തിന്റെ സാറ്റലൈറ്റ് ആണ്, ഉപഗ്രഹമാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നു. പിന്നെ മറ്റൊരു സ്പെഷ്യാലിറ്റി പറയുന്നത് ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. പറ്റുവാടാ? ഇല്ല. ആക്ച്വലി ചന്ദ്രൻ എന്ന് പറയുന്ന ആൾ ആരാന്നറിയോ? നൈസായിട്ട് സൂര്യന്റെ ലൈറ്റ് ഇങ്ങനെ വന്ന് റിഫ്ലക്ട് ചെയ്യുന്ന ആളാണ്. എന്ന് വെച്ചാൽ സൂര്യന്റെ ലൈറ്റ് പുറത്തേക്ക് റിഫ്ലക്ട് ചെയ്ത് കാണിക്കുന്ന ആളാണ് ചന്ദ്രൻ. സ്വന്തമായിട്ട് ചന്ദ്രനെ പ്രകാശിക്കാനുള്ള കഴിവുണ്ട് ചോദിച്ചാൽ ഒരു കഴിവുമില്ല കേട്ടോ. സോ സൂര്യപ്രകാശം ചന്ദ്രനെ തട്ടി പ്രതിഫലിക്കുന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ചന്ദ്രനെ ഇങ്ങനെ അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്. സോ ദ ലൈറ്റ് ഓഫ് ദ സൺ ഫോൾസ് ഓൺ ദ മൂൺ ഗെറ്റ് റിഫ്ലക്റ്റഡ്. ദ റിഫ്ലക്റ്റർ ലൈറ്റ് മേക്ക് ദ മൂൺ ഗ്ലോ ആൻഡ് ബി സീ ആസ് ദ ലൈറ്റ് ഓഫ് ദ മൂൺ എന്ന് പറയാൻ പറ്റും. അപ്പൊ അതെന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അതേപോലെ ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന ആകാശഗോളമാണ് എന്നുള്ളത് അതിൽ ഓൾറെഡി പറഞ്ഞതുകൊണ്ട് ഇനി അത് പറയേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും നിങ്ങളിത് പഠിച്ചു വെക്കുക. എന്താണ്? ക്ലോസസ്റ്റ് സെലസ്റ്റിയൽ ബോഡി ടു എർത്ത്. എർത്തിനോട് ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന ആകാശഗോളമാണ് ചന്ദ്രൻ. അതാണ് നമുക്ക് ആകാശമൊക്കെ നോക്കുമ്പോൾ ചന്ദ്രൻ ഭയങ്കര അടുത്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ആൾത്തിരി ദൂരൊക്കെ തന്നെയാണ് അല്ലെ. അതേപോലെ തന്നെ ചന്ദ്രൻ നക്ഷത്രങ്ങളേക്കാൾ വലുപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, ഓഫ് കോഴ്സ് വലുപ്പമില്ല. മൂൺ ഈസ് നോട്ട് ബിഗർ ദാൻ സ്റ്റാർസ് എന്നുള്ള പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ആലോചിച്ച് വെക്കാം. അതുപോലെ ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിയില്ല.
മൂൺസ് കാനോ ഷൈൻ ബൈ ഇറ്റ്സ് ഓൺ. സ്വന്തമായിട്ട് പറ്റില്ല, റിഫ്ലക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ചന്ദ്രന് കൊടുത്തിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റും. സോ ഈ കാര്യങ്ങളെല്ലാം കൂടെ കോമൺ ആയിട്ട് എഴുതി വെച്ചാൽ അടിപൊളിയായിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സെറ്റ് അല്ലേടാ, അടിപൊളിയല്ലേ? സോ നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ പഠിച്ചു. സോ ഇനി നിങ്ങൾ അടുത്ത വർഷം പോകുന്നത് 6ാം ക്ലാസ്സിലോട്ടാണ് അല്ലെ. ഓരോരോ വർഷം കൂടുന്തോറും നിങ്ങൾക്കറിയാം ടാസ്ക് കൂടിക്കൂടി വരാണ്, പഠിക്കാനുള്ള സാധനങ്ങൾ കൂടിക്കൂടി വരാണ്, എല്ലാം നിങ്ങൾക്ക് അറിയുന്ന കേസാലേ. സോ അതുകൊണ്ട് തന്നെ 6ാം ക്ലാസ്സിൽ മുമ്പത്തെ കൊല്ലാണ് ടെക്സ്റ്റ് ബുക്ക് മാറിയത്. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, റെഫർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ല, അതുപോലെ തന്നെ ഒരുപാട് വൈഡ് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറിയതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ ഇതൊക്കെ പഠിച്ച് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിലോട്ട് വജ്ര ബാച്ച് ഉള്ളത്. വജ്ര ബാച്ചിൽ ഇപ്പോൾ ഓഫർ റൺ ചെയ്യുന്നുണ്ട്. 20ാം തീയതിക്ക് മുമ്പാണ് നിങ്ങൾ വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 5 മക്കൾക്ക് സ്മാർട്ട് വാച്ച് ലഭിക്കും ഗൈസ്. അതേപോലെ 10% ഓഫിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. സോ എഡ്യൂ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബിഗ് ഓഫറാണ്. ഈ ഓഫർ 20ാം തീയതി വരെ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ല, കിട്ടില്ല. റെഡി? അപ്പൊ ഇനി നമ്മൾ ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ലേറ്റ് ആക്കണ്ട, വേഗം തന്നെ നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്തോ, ഉഷാറായിട്ട് പഠിച്ചോ. സോ എക്സാം വരാൻ പോവാണ്, സെറ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. ആൻഡ് അടുത്ത വർഷത്തെ കാര്യങ്ങളും മറക്കണ്ട, ഉഷാറാക്കുക, സെറ്റ് ആക്കുക. നെക്സ്റ്റ് വീണ്ടും നമുക്ക് ലൈവുകളിലും ക്ലാസ്സിലും കാണാം. ബൈ ബൈ.